ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്താല്ലേ ചൂട്, ഒരു രക്ഷയില്ല. മഴയെന്ന് പെയ്യുന്നത് കാണുന്നുമില്ല. ഇന്ന് നാളെ എന്ന് പറഞ്ഞ് നിൽക്കുക. അതെന്താ അവസ്ഥ. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോയതായിരുന്നു. അപ്പോൾ പച്ചക്കറി വാങ്ങാൻ മറന്നുപോയി. കറി വയ്ക്കാനൊന്നുമില്ല. അപ്പോഴാണ് ഭാര്യ പറഞ്ഞിങ്ങനെ മാങ്ങ വീണ് കിടക്കുന്നുണ്ടാവും, ഇങ്ങനെ പോയി നോക്കാം. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഒരുപാട് മാങ്ങ വീണ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മാങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ടേ വേറെ ഒന്നും നോക്കിയില്ല. എല്ലാം പെറുക്കിയെടുത്ത് തുറന്നു വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം മാറ്റി. നല്ലോണം മധുരമുള്ള മാങ്ങ കേട്ടോ, നല്ല മധുരം തന്നെ, നല്ല മധുരം. അതുപോലെ തന്നെ പുഴുക്കളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓരോ മാങ്ങയും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഇല്ലേച്ച പണി പോകട്ടെ. അങ്ങനെ ഓരോ മാങ്ങയും വൃത്തിയാക്കിയതിന് ശേഷം കണ്ടോ, ഇങ്ങനെയാണ് വൃത്തിയാക്കുക. അപ്പോൾ തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും വേണം കൂട്ടത്തിൽ. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കുക്കറിലേക്ക് മാങ്ങയെല്ലാം ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ശർക്കരയൊക്കെ ഇട്ടിട്ട് വേണം. ചിലർക്ക് ശർക്കര, ചിലർക്ക് പഞ്ചസാര. പക്ഷെ നമുക്ക് ശർക്കരയാണ് ഏറ്റവും ഇഷ്ടം. കാരണം അത് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നല്ല രുചിയാണ്. അതിനുശേഷം സ്റ്റവിൽ വെച്ച് ഇപ്പോൾ നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അത് ചിരകി വെച്ച് തേങ്ങ എടുത്തു, ആവശ്യത്തിന് കടുക്, സ്വല്പം ജീരകം, കുറച്ച് കുരുമുളക്. കാരണം കുരുമുളക് എന്ന് വെച്ചാൽ കുറച്ച് എരിവ് ആവശ്യമുള്ളവരാണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ കുരുമുളക് ഇട്ടാലും കുഴപ്പമൊന്നും കിട്ടും. കാരണം നമ്മളിതിലേക്ക് വേറെ പച്ചമുളക് വേറൊന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. പിന്നെ ആവശ്യത്തിന് കട്ടത്തൈര്. അതിനുശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വിസിൽ വന്നു. അതിനുശേഷം നല്ല ഇളം കറിവേപ്പിലയിലേക്ക് ഇട്ട് അരച്ച് വെച്ചിരുന്ന അരപ്പെല്ലാം നമ്മൾ അതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത്. കണ്ടോ, എന്താല്ലേ രസം. അപ്പം തന്നെ നല്ലോണം നമുക്ക് നല്ല സ്മെല്ല് കണ്ടിട്ട് ശർക്കരയുടെയും ആ മാങ്ങ തൈ ഒന്നുമല്ല, നല്ലോണം സ്മെല്ല് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വറവിടണം. കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് നല്ലോണം പൊട്ടിച്ച് നന്നായി വന്നതിന് ശേഷം തിളച്ച് വരുന്ന മാങ്ങക്കറിയിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കുക. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലാണെന്ന് വെച്ചാലും ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചാലും യൂട്യൂബിലാണെന്ന് വെച്ചാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.